നമസ്കാരം. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഉള്ളത് എന്ന് എപ്പോഴും അവകാശപ്പെടുന്ന കൂട്ടരാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. കർഷകർക്ക് എന്നും ആവശ്യമുള്ള കാര്യങ്ങൾ നൽകാറുണ്ട്. കർഷകർക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് പറയുന്നതല്ലാതെ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല കർഷകരും തങ്ങളുടെ കൃഷി നിർത്തി ഇപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കുകയാണ്. മറ്റു ചില കർഷകർ അവർക്ക് കടം പെരുകി അവസാനം അവർ ജീവനൊടുക്കുന്നു. ഇന്നിപ്പോഴിതാ ഒരു കർഷകൻ വീണ്ടും ജീവനൊടുക്കി എന്ന വാർത്ത പുറത്തു വരികയാണ്. പാലക്കാടാണ് കർഷകൻ ജീവനൊടുക്കിയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് നെന്മാറ അഴിയൂരിൽ കർഷകൻ ജീവനൊടുക്കിയതായിട്ടാണ് വിവരം. അഴിയൂർ കൈപ്പഞ്ചേരി സ്വദേശി സോമനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കൃഷി നശിച്ചു എന്നും വായ്പ മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവനൊടുക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് വീടിന് മുന്നിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ സോമനെ ബന്ധുക്കൾ കണ്ടെത്തുന്നത് എന്നതാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഈ കർഷകന് ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. കൃഷി നശിച്ചതിനെ തുടർന്ന് വിവിധ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന വായ്പ തിരിച്ചടവുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നും ഇതുകൊണ്ടൊക്കെയായിരിക്കാം സോമൻ ആത്മഹത്യ ചെയ്തത് എന്നുമാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. മൃതദേഹം ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, ഇവിടെ മരിച്ചിരിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ കൃഷി നശിക്കപ്പെട്ടു, അതിന് സർക്കാർ അനുകൂലം ഒന്നും ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള അതായത് അർഹതപ്പെട്ടവർക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തും ഏറ്റവും പ്രാധാന്യം നൽകേണ്ടുന്നത് കർഷകർക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം നാട്ടിൽ ഉൽപാദനമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റൊരു സംസ്ഥാനത്തെയോ മറ്റു രാജ്യത്തെയോ ഒന്നും തന്നെ സ്വാധീനിക്കേണ്ടുന്ന ആവശ്യമില്ല. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വളർത്താൻ തന്നെയാണ് സഹായിക്കുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നെൽ കർഷകർക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളൊക്കെ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കേന്ദ്രം ഇവർക്ക് സബ്സിഡി നിരക്കൊക്കെ കൂട്ടി നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ സബ്സിഡി നിരക്ക് കുറയ്ക്കും. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുക കൂട്ടിയാലും കുറച്ചാലും കേരളത്തിലെ കർഷകർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് കേരളത്തിലെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ ജയസൂര്യ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഭക്ഷ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ നടൻ ജയസൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തന്റെ അച്ഛനും അമ്മയും കൃഷിക്കാരാണെന്ന് കരുതുക. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് അവരുടെ പിന്നാലെ, അവരുടെ കരിയറിന് പിന്നാലെ പോകുന്നത്. കുട്ടികൾ തീരുമാനിക്കുന്നത് ഞാനും ഒരു കർഷകനാകണമെന്ന് തീരുമാനിക്കണമെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയും നടത്തുന്ന കൃഷി അത് വിജയകരമാകണം, കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകരുത്, അതുപോലെ ഒന്നുമില്ലെങ്കിലും അവർക്ക് ലഭിക്കേണ്ടുന്ന ഭക്ഷണം അത് കൃത്യമായി ലഭിച്ചാൽ ഈ ഒരു പ്രശ്നമൊക്കെ മാറും. പക്ഷേ ഇവിടെ പല കർഷകരും അരവയറിലാണ് ജീവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ലഭിക്കേണ്ടുന്ന യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല. നിയമങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും കേരളത്തിലെ കർഷകരുടെ അവസ്ഥ അതിദയനീയം തന്നെയാണ്. എന്തായാലും ഇനിയും ഒരു കർഷക മരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടുന്ന നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്ന് സൂചിപ്പിക്കുകയാണ്.